നേരെ പള്ളിക്കാട്ടിൽ പോയിട്ട് ആ കവറിനകത്ത് ഇറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് നീ ഒന്ന് കിടക്കടാ മോനെ. ധൈര്യം ഉണ്ടെങ്കിൽ നിന്നെ അതിനകത്ത് തന്നെ മണ്ണിട്ട് മൂടേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ കവറിനകത്ത് അത്രയ്ക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്ന വെറുതെ അല്ലടോ, ഈ വഴുത് പറയണം, ഞാൻ പോയി ഇറങ്ങിയിട്ട് എൻ്റെ കയ്യും കാലും വിറയ്ക്കാം. എൻ്റെ പള്ളിയിൽ എനിക്ക് കവറ് കുഴിച്ചിട്ട് പടച്ചോനെ ഞാൻ പോയിട്ട് ഇറങ്ങി. ഇപ്പൊ എന്റെ പള്ളിയിൽ റെഡിമെയ്ഡ് കവറാ. സുബ്ഹാനല്ലാഹ്, അത് വല്ലാത്ത കവറാടോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്, റെഡിമെയ്ഡ് കവർ. അതിനകത്ത് ഇറങ്ങിയിട്ട് കേറാൻ പറ്റുന്നില്ലേ ഗാദി? ഞാൻ അതിനകത്ത് ഇറങ്ങിയിട്ട് നീ ഇരുന്ന് നോക്കിയടോ. വല്ലാഹി സത്യം, ഞാൻ കബറിനകത്തൊന്ന് ഇറങ്ങിയിട്ട് കാലി നീട്ടി മുൻകറിനെ കീറുമെന്നങ്ങോട്ട് പിടിച്ചിരുത്തിയിട്ട് മൻ റബ്ബുക്ക മൻ ദീനുക്ക മൻ ഇമാമുക്ക ചോദിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ പലകയൊക്കെ വെച്ചാൽ എങ്ങനെ ഇരിക്കും? ഞാനിങ്ങനെ എഴുന്നേറ്റിരുന്നു. എൻ്റെ ശരീരം മുഴുവൻ അങ്ങോട്ട് വിയർത്തടോ. അതാ ഖബർ, അതാ ഖബർ. ഖബറിന്റെ ആഴം സോദരാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. ഇതുപോലൊരു കുഴി നിന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാ? ഒന്ന് പോയി നോക്കുമോനെ. ആ കവറിനകത്തങ്ങിട്ട് ഇറങ്ങി നിന്ന ഏത് ശൈത്താനും ഇറങ്ങൂടാ ചങ്ങായി. ഒരു നിമിഷം നിന്റെ കയ്യും കാലും വിറയ്ക്കും, നിന്റെ ശരീരം വിയർക്കും, നിന്റെ നെഞ്ചൊന്നു പിടയും. ഈമാനുണ്ടെങ്കിൽ ഏത് കൊലകൊമ്പനും ഒറ്റയ്ക്ക് പോയി ഇറങ്ങി നോക്കടോ. ഒരു നിമിഷമെങ്കിലും അവന്റെ ഹൃദയം പിടയ്ക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്മാൻ തങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് നരകം കേട്ടപ്പോഴല്ല, ഖബർ കണ്ട ആ ചങ്ങാതിയുടെ കണ്ണ് നിറയും. കാരണം എന്തേ? സിറാജായാലും നിങ്ങളായാലും ഖിയാമത്ത് നാൾ വരെ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരു സ്ഥലമേ ഉള്ളൂ. അത് നരകമല്ല, അത് സ്വർഗമല്ല, അത് മഹ്ശറയല്ല, അത് ദുനിയാവല്ല. ഈ താഴെ കാണുന്ന കുഴിക്കകത്ത് ഒറ്റയ്ക്കാണ് നമ്മൾ പോയി കിടക്കണ്ടേ. അതാ ഉസ്മാൻ തങ്ങൾ കരഞ്ഞത്. ഏകാന്തമായി കിടക്കേണ്ട ഏക സ്ഥലം അത് ഖബറിന്റെ അകത്താ. അതുകൊണ്ട് ആ ഖബർ കാണുമ്പോൾ ഉസ്മാൻ തങ്ങൾ വല്ലാതെ കരയുമായിരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒരു പേടി വേണം ചങ്ങാതി. ഇതൊക്കെ കാണുമ്പോൾ അല്ലാഹുവേ, എന്നെ പോലെ ഈ നാട് വിറപ്പിച്ച കൊലകൊമ്പന്മാര് താഴെ കിടക്കുന്നിടോ. കൊലകൊമ്പന്മാരാ. ഇപ്പൊ ഇവിടുത്തെ പള്ളിക്കാട്, ഇത് പള്ളിക്കാട് എന്ന് പറയാൻ പറ്റത്തില്ല, കാടൊന്നും ഇല്ലടോ. ഇതിപ്പോ അടിപൊളിയായിട്ടിട്ടേക്കല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറെന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത ഭയം തോന്നും. എന്റെ സഹോദര, നമ്മള് ഉസ്മാൻ തങ്ങൾ കരയും. അത്രത്തോളം ഭയമായിരുന്നു. തെറ്റുകൾ ചെയ്യുമ്പോ ഒരു പേടി, തെറ്റുകൾ ചെയ്യുമ്പോ ഒരു പേടി. നമുക്കൊന്ന് പേടിയൊന്നുമില്ല, നമുക്ക് ഒരു ഭയമില്ല. നമ്മൾ എന്തെങ്കിന്നറിയോ? വേണമെങ്കിൽ ആ മക്കാമിന്റെ അകത്ത് കയറി ഇരുന്നിട്ട് കാമുകിയെ ചാറ്റും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമുക്കെന്ത് കബറ്, നമുക്കെന്ത് കബറ്? ആ മക്കാമിന്റെ അകത്ത് കയറി ഇരുന്നെങ്കിൽ വേണമെങ്കിലും ചാറ്റും. മഹാനെ കാണാൻ വരുന്ന പേരും പറഞ്ഞിട്ട് ഇപ്പൊ കറങ്ങുന്നുണ്ട്. പേടിയൊന്നുമില്ലടോ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് പേടിയില്ല. എന്ത് ചെയ്യാനും നമുക്ക് പേടിയില്ലടോ. കള്ളു കുടിക്കണോ, വ്യഭിചരിക്കണോ? അല്ലാഹുവേ, പണ്ട് കഞ്ചാവടിച്ചിരുന്നത്, കള്ളു കുടിച്ചിരുന്നത് ആണുങ്ങളാണ്. ഇന്ന് പെണ്ണുങ്ങൾ അടിക്കാൻ തുടങ്ങി. എന്തിനാ കൊച്ചുകുട്ടികൾ വരെ? എന്റെ പ്രിയപ്പെട്ടവരെ, ആണാകട്ടെ പെണ്ണാകട്ടെ, എന്ന് കുട്ടികളോട് എന്തെങ്കിലും സംസാരിക്കാൻ പേടിയാണ്. കാരണം പെരുമാറ്റം അങ്ങനെയാണ്. അവർക്ക് പേടിയില്ലടോ. പാപം ചെയ്യാൻ പേടിയില്ലടോ. ഇന്ന് തെറ്റു ചെയ്യാനുള്ള അവസരങ്ങൾ വളരെ കൂടുതലാണ്. കള്ളു വേണോ, കഞ്ചാവ് വേണോ, മയക്കുമരുന്ന് വേണോ, വല്ലാതെ പടർന്നു പോവുകയാണ്. 2 ദിവസം മുമ്പ്, ഇന്നലെ പടച്ചവനെ, കോഴിക്കോട് ബീച്ചിലാണെന്ന് തോന്നുന്നു, എന്ത് പരസ്യമായിട്ട് കഞ്ചാവ് ഉണക്കാനിട്ടിട്ട് കിടന്നതാ. കഞ്ചാവ് ബീച്ചിൽ കൊണ്ടുവന്ന്, എടാ മുസ്ലിം ചെറുപ്പക്കാരനാണടാ. അതാ ഏറ്റവും വലിയ സങ്കടം. ബീച്ചിൽ വന്നിട്ട്, കടപ്പുറത്ത് വന്നിട്ട് കഞ്ചാവ് നിരത്തി വെച്ചിട്ട് കിടന്നതാണ്. ഉറങ്ങിപ്പോയടാ ചെറുപ്പക്കാരാ. അതും മുസ്ലിം ചെറുപ്പക്കാരനാണ്. എന്താടോ? ബർക്കത്തിന് വേണ്ടി ഏത് ദിവസം പത്രമെടുത്താലും MDM പിടിച്ചു. അതിനകത്തല്ല
മുസ്ലിം ചെറുപ്പക്കാരനുണ്ടോ, ഈ അടുത്ത് ജയിലിൽ പോയ ഒരു സഹോദരൻ ജയിലിലെ കഥ പറയുകയാണ്. ജയിലിലെ കഥ പറയുമ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ, ഞാൻ പോയ ജയിലില് MDMമായി വന്നപ്പോ ആ ചെറുപ്പക്കാരൻ കഥ പറയുകയാണ്. ജയിലിൽ പോയ അനുഭവം ഞാൻ ചോദിച്ചപ്പോ സംസാരിച്ചപ്പോ പറഞ്ഞ ഒരു വാക്കാണ്, ഉസ്താദേ, ഞാൻ കടന്ന ജയിലിൽ ഒരു തങ്ങള് കിടപ്പുണ്ട്. എന്റെ സെല്ലിനടുത്തൊരു തങ്ങള് കിടക്കുന്നുണ്ട്. MDM ആയപ്പോ വന്നപ്പോ പിടിച്ചത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എവിടെ എത്തി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? പേടിയില്ലടോ. ഇന്ന് ഭയമെന്ന് പറയുന്ന ഒന്നുമില്ല. കഞ്ചാവോ കള്ളോ പെണ്ണോ എല്ലാം ഫ്രീ. പണ്ട് തൊടലും പിടിക്കലൊക്കെ പാവവാ. ഇന്ന് നെഞ്ചത്ത് കയറി മടിയിൽ കയറി ഇരുന്നാലും പാവമൊന്നുമല്ല. പണ്ട് തൊട്ടാ പേടി, തൊടാൻ പേടി, ഇപ്പൊ കിടക്കാനും പേടിയില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കള്ളും പെണ്ണും ആർക്ക് വേണം? എന്റെ പ്രിയപ്പെട്ടവരെ, ഫ്രീ ആയിട്ട് കിട്ടുന്ന കാലം. ഇന്ന് തെറ്റുകൾ ചെയ്യാനുള്ള അവസരം കൂടുതലാ. തെരഞ്ഞൊന്നും നടക്കണ്ട, ആരും ഇന്ന് തെരഞ്ഞൊന്നും നടക്കണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, അവസരങ്ങൾ കൂടുതലാണ്. എല്ലാവരും തരാൻ അവസരമുണ്ട് ചെറുപ്പക്കാരാ. അതുകൊണ്ട് നിർത്തുകയാ മക്കള്. തെറ്റു ചെയ്യാൻ അവസരമുണ്ട്. ഒഴുകുന്ന പുഴയുടെ കൂടെ പോകുന്നതിൽ കാര്യമില്ല. ഒഴുകുന്ന പുഴയ്ക്കെതിരായി നീന്തടാ. അത് ഈമാനുള്ളവനെ പറ്റൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, ഈ മഖാമിൽ കിടക്കുന്ന ഉപ്പാട ഉറൂസിന്റെ അവസാന രാത്രിയാ മക്കള്. ഈ വർഷത്തെ അവസാനിക്കുകയാണ്. ഇനി വർഷങ്ങൾ കഴിഞ്ഞേ ഉള്ളൂ. അതുകൊണ്ട് ഇതുപോലെ ഒരു അവസരം കിട്ടി ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, മക്കളെ, തെറ്റു ചെയ്യാൻ അവസരം കിട്ടുമ്പോ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തലല്ല, കിട്ടിയ അവസരം പാഴാക്കണം ചെറുപ്പക്കാരാ. തെറ്റു ചെയ്യാൻ അവസരം കിട്ടുമ്പോ ഒഴിവാക്കടാ മോനെ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഒഴിവാക്ക്. പടച്ചവനെ, സുലൈഖ എന്ന് പറയുന്ന ഈജിപ്തിലെ രാജകുമാരി, യൂസുഫ് എന്ന് പറയുന്ന സുന്ദരനായ ഒരു ചെറുപ്പക്കാരന് മണിയറയുടെ കൊട്ടാരത്തിന്റെ അകത്ത് വിളിച്ചു കയറ്റി. ആരെയാ? യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് പ്രവാചകനല്ല. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് സുലൈഖ എന്ന് പറയുന്ന രാജകുമാരി കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റിയിട്ട് ഒരുങ്ങിയിരിക്കുന്ന സുലൈഖ, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് കൊട്ടാരത്തിന്റെ മണിയറ വാതിലടച്ചിട്ട് തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട്, തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട്, രാജകുമാരിയായ സുന്ദരിയായ ഏത് മനുഷ്യനും കണ്ടാ കൊതിച്ചു പോകുന്ന സുലൈഖ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു, യൂസുഫേ, കൊട്ടാരത്തിന്റെ മണിയറയാ യൂസുഫേ, ഒരാളും അറിയില്ലടാ, ഒരാളും കാണില്ലടാ. എനിക്ക് നിന്നോട് വല്ലാത്ത മോഹമാടാ യൂസുഫേ. എന്റെ ആഗ്രഹം ഒന്ന് സാധിപ്പിച്ചു തരുമോ? ഫോണിലൂടെയല്ല, മെസ്സേജിലൂടെയല്ല, അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ടല്ല. അല്ലാഹുവേ, ബെഡ്റൂമിന്റെ അകത്ത് വിളിച്ചു കയറ്റിയിട്ട് യൂസുഫിനെ കെട്ടിപ്പിടിച്ചിട്ട് സുലൈഖ പറയുന്നു, ആരും കാണില്ല, ആരും അറിയില്ല, എന്റെ മോഹമൊന്ന് സാധിപ്പിച്ചു തരുമോ യൂസുഫേ? യൂസുഫിന്റെ മറുപടി, കാലമഅദല്ലാ സുലൈഖ, അല്ല കാണുന്ന സുലൈഖ, അല്ല അറിയും സുലൈഖ. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു സാഹിദി, അല്ലാഹു മഈർ. ചെറുപ്പക്കാരോട് പറയുകയാ, ഈ ദിക്ർ പഠിച്ചു വെക്കണേ മക്കളെ, ഈ ദിക്ർ പഠിച്ചു വെക്കണേ മക്കള്. ആരും കാണാതെ ചെയ്യുമ്പോഴും തെറ്റു ചെയ്യാൻ അവസരം കിട്ടുമ്പോ നീ ഓർക്കണ്ട ഒരു ദിക്റാ, അല്ലാഹു ഹാദിരി, അല്ലാഹു ഹാദിറാ മോനെ, അല്ലാഹു നാദിരി, അല്ലാഹു കാണുന്നുണ്ട് മോനെ, അല്ലാഹു ഷാഹിദി, അല്ലാഹു സാക്ഷിയാ മോനെ,
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോ പിന്മാറുന്നവന്റെ പ്രതിഫലം എന്തെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. 40 കൊല്ലം നിങ്ങളുടെ പള്ളിയിലെ ഇമാമായി നിന്ന ഉസ്താദ്, പടച്ചവരെ ഉസ്താദിന് സ്വർഗമുണ്ടോ? ഒരു സ്വർഗമേ ഉള്ളൂ. അല്ലാഹുവേ, ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ 20 കൊല്ലമായല്ലോ, സ്വർഗം ഒന്നേ ഉള്ളൂ. ഖുർആൻ പഠിച്ച ഹാഫിളീങ്ങൾ 7 8 ഉണ്ടായിരുന്നല്ലോ, അവൻ ഒരു സ്വർഗമേ ഉള്ളൂ. അല്ലാഹുവേ, നിസ്കരിക്കുന്നവൻ ഒരു സ്വർഗം, നോമ്പ് പിടിക്കുന്നവൻ ഒരു സ്വർഗം, ഹജ്ജ് ചെയ്തവൻ ഒരു സ്വർഗം, പള്ളി കെട്ടിക്കൊടുത്തവൻ ഒരു സ്വർഗം, ഏത് നന്മ ചെയ്യുന്നവനും ഒരേ ഒരു സ്വർഗമേ ഉള്ളൂ. എന്നാ ഒരാൾക്ക് 2 സ്വർഗമാ, ഒരാൾക്ക് 2 സ്വർഗം അല്ലാഹു ഓഫർ ചെയ്യുകയാ. ഹജ്ജ് ചെയ്തവനല്ല, ഖുർആൻ പഠിച്ച ഹാഫിളിനല്ല, ശഹീദായ ശുഹദാഇനല്ല, ആലിമീങ്ങൾക്കല്ല. ആർക്കാണെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. കൂടെ പഠിക്കുന്ന പെണ്ണ് ആരും കാണാതെ കയ്യിലൊന്ന് കേറി പിടിച്ചപ്പോ, എടുക്കടി പെണ്ണ്, ഈ വെച്ചിരിക്കുന്ന കൈയെടുക്കടി, ഇത് വ്യഭിചാരമാ. കൂടെ പഠിക്കുന്ന ചെറുപ്പക്കാരൻ ആരുമില്ലാത്ത സമയത്തൊന്ന് കേറി പിടിക്കുമ്പോ, എടാ ഇത് വ്യഭിചാരമാണടാ, നീ എനിക്ക് അന്യപുരുഷനാണടാ, ഇത് പാപമാണടാ, ഇത് വൻ പാപമാണടാ. നീ ചുമ്മാതെ നടക്കുമ്പോ കൂട്ടുകാര് പറയുന്നു ബിയറാടാ, കഞ്ചാവല്ല, MDM അല്ല, കള്ളല്ലടാ, ലഹരി കുറഞ്ഞതാണ്, ഇത് ബിയറാണടാ, ഒരു മുടക്കുന്ന കുടിക്കടാ, ആരും അറിയില്ലടാ, പറയണം മിന്നീ അഖാഫുല്ലാ, എനിക്കല്ലാനെ പേടിയാ, എനിക്കല്ലാനെ പേടിയാ എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചെറിയുന്നവര് അല്ലാഹു തരുന്നത് 2 സ്വർഗമാ. അതുകൊണ്ട് ഉസ്മാൻ തങ്ങൾക്ക് അല്ലാഹനെ വല്ലാത്ത പേടിയാ, അല്ലാഹനെ വല്ലാത്ത ഭയമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ തങ്ങളുടെ 4ാമത്തെ പ്രത്യേകത എന്തെന്നറിയോ? അല്ലാഹുവേ, ദിന്നുറൈന്. ഉസ്മാൻ തങ്ങളുടെ 4ാമത്തെ പ്രത്യേകത. നിർത്താറായോ? നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നിർത്തി, എനിക്ക് വേറെ ആവശ്യമൊന്നുമില്ല. എനിക്ക് നാളെ കുടകിൽ, നാളെ രാത്രി ഇനി പോയുള്ളൂ. നിങ്ങൾ എന്താ വേണ്ട, നിർത്തണമെന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറയണോ നിർത്തണോ? കൈവക്ക്. ഭൂരിഭാഗം പേരും കൈവക്കുവാണെങ്കിൽ പറയാം. അൽഹംദുലില്ലാ, കുഴപ്പമില്ല. വിശക്കുന്നവന് വല്ലതും കൊടുത്താലേ വയറ് നിറയത്തുള്ളൂ. മട്ടൻ മന്തി തിന്നിട്ടിരിക്കുന്നവന് എന്ത് കൊടുത്തിട്ടും കാര്യമില്ല, അവൻ ഇത്തിരി ചെറുചെറു മാത്രം കൊടുത്താൽ മതി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ 4ാമത്തെ പ്രത്യേകത, നബിതങ്ങളുടെ 2 പെൺമക്കളെ നബിതങ്ങൾ വിവാഹം കഴിച്ചു കൊടുത്തു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു, ലോകത്ത് 1,24,000 പരം വരുന്ന പ്രവാചകന്മാര് വന്നിട്ടുണ്ട്. ഈ പ്രവാചകന്മാരുടെ 2 മക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ ഏക വ്യക്തി മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല 2 മക്കളെ കെട്ടിച്ചു കൊടുത്തു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നബിതങ്ങള് ഒരു മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. തന്റെ പൊന്നാര മകളെ അബൂജഹലിന്റെ മകനാ വിവാഹം കഴിച്ച റുഖിയായ. അബൂജഹലിന്റെ മകനാണ് റുഖിയായ വിവാഹം കഴിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ദീനിന്റെ പ്രബോധനവുമായിട്ട് ഇറങ്ങിയപ്പോ സഹിക്കാൻ പറ്റാതെ പൊന്നുമോളെ തല്ലി, ഭർത്താവ് ഭാര്യയെ തല്ലി. തന്റെ റുഖിയ എന്ന് പറയുന്ന മകളെ തല്ലുന്നത് കണ്ടപ്പോ നബി തങ്ങൾക്ക് സഹിച്ചില്ല. അത് വാപ്പയല്ലേ, സ്വന്തം മക്കളെ തല്ലിയാ സഹിക്കുവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഹിച്ചില്ല തന്റെ റുഖിയായെ തല്ലുന്നത് കണ്ടപ്പോൾ. എന്തിന്റെ പേരിൽ? വാപ്പ മുസ്ലിമായതിന്റെ പേരിൽ, പ്രബോധനം നടത്തുന്നതിന്റെ പേരിൽ.
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, നബിതങ്ങൾ ഇസ്റാ മിഅ്റാജ് നടത്തി. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ അടുത്ത് വന്നിട്ട് സഹാബത്ത് പറഞ്ഞു, നബിതങ്ങൾ ഇസ്റാ മിഅ്റാജ് നടത്തി എന്ന് പറയുന്നു. ഇന്നലെ രാത്രി ഇശാ കഴിഞ്ഞ് നേരെ ബൈത്തുൽ മുഖദ്ദസിൽ പോയി 7 ആകാശവും കടന്ന് അള്ളാന്റെ അടുത്ത് പോയിട്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ തങ്ങൾ പറഞ്ഞ മറുപടി, മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും അത് വിശ്വസിച്ചിരിക്കുന്നു, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്നാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ചിലത് പറയുന്നത് അത് സ്വപ്നം കണ്ടതാണെന്ന. അത് പോട്ടെ, അത് സ്വപ്നം കണ്ടതാണെന്ന. ഉസ്മാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റുഖിയ എന്ന് പറയുന്ന മകളെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ നബിതങ്ങൾക്ക് സഹിച്ചില്ല. അബൂജഹലിന്റെ മകനോട് പറഞ്ഞു, നിന്നെ ഞാൻ സിംഹത്തിനെ ഏൽപ്പിച്ചിരിക്കുക, നീ സൂക്ഷിച്ചോളാൻ. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നിന്നെ ഞാനൊരു സിംഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാ. അബൂജഹല് പിന്നീട് തന്റെ മകനോട് പറയുമായിരുന്നു, മുഹമ്മദ് പറയുന്നത് മുഴുവനും സത്യവാ, നീ ഒറ്റയ്ക്ക് നടക്കരുത്, എപ്പോഴും ആൾക്കാരുടെ കൂടെ നടക്കാവുന്നു. ആ അബൂജഹലിന് വിശ്വാസം ഉണ്ടായിരുന്നതോ? അതാ മനസ്സിലാക്കണ്ടേ. മുഹമ്മദ് നബി പറയുന്നത് സത്യവാ, അത് നടക്കുക തന്നെ ചെയ്യും. നബിതങ്ങൾ പറഞ്ഞെന്താ, നിന്നെ ഞാനൊരു സിംഹത്തിനെ ഏൽപ്പിച്ചൊന്നു. അപ്പൊ അവൻ സിംഹം പിടിക്കൂന്നറിയാ. അതുകൊണ്ട് വാപ്പ മകനോട് പറയാ, നീ ഒറ്റയ്ക്ക് നടക്കരുത്, എപ്പോഴും ആളെ കൊണ്ട് നടക്കാവുന്നു. റുഖിയ ബിബി റളിയല്ലാഹു തആല അൻഹ ഉസ്മാൻ തങ്ങൾ വിവാഹം കഴിച്ചു. ഒരു മകളെ വിവാഹം കഴിച്ചു കൊടുത്തിട്ട് ആ മകള് മരണപ്പെട്ടപ്പോ രണ്ടാമത്തെ മകളെയും വിവാഹം കഴിച്ചു കൊടുത്തു. രണ്ടാമത്തെ മകളും മരണപ്പെട്ടപ്പോ നബിതങ്ങൾ പറയാ, ഇനി ഒരു മകളുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് തന്നെ ഞാൻ വിവാഹം കഴിച്ചു തരുമായിരുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി. നിങ്ങൾ ശ്രദ്ധിക്കണം, മരുമകൻ എന്നല്ലേ പറയാ. അപ്പൊ ഈ പെണ്ണിന്റെ വാപ്പയ്ക്ക് എന്താ പറയാ? അമ്മായ പെണ്ണ്, അമ്മോച്ചൻ, ഏതിലാച്ചാട്ടെ. എൻ്റെ പൊന്നാര ചങ്ങാതി, ഒരു വീട്ടിൽ നിന്ന് നിങ്ങളുടെ വൈഫിന്റെ വാപ്പ ഒരു പെണ്ണ് കെട്ടിച്ചു വന്നു. രണ്ടാമത് ഒന്നിനെ കൂടെ നിനക്ക് കെട്ടിച്ചു തരണമെങ്കിൽ 100 വട്ടം ആലോചിക്കും. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഒരു മനുഷ്യൻ ഒരു മകളെ കെട്ടിച്ചു തന്നിട്ട് ആ മകള് മരണപ്പെട്ടിട്ട് രണ്ടാമത്തെ മകളെ കെട്ടിച്ചു കൊടുക്കണമെങ്കിൽ 101 വട്ടം ആലോചിക്കും. അത്രയും നല്ലവനെ കെട്ടിച്ചു കൊടുക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഉമ്മ കെട്ടിച്ചു തരുമോ? നമ്മുടെ അമ്മായിപ്പോ ഒന്നാമതേ പെട്ടു, അള്ളാഹു സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ. ആ മനുഷ്യൻ രണ്ടാമതൊന്ന് കെട്ടിച്ചു തരുമോ? നോ, ഒരവസരമില്ലടോ, കെട്ടിച്ചേരാൻ സാധ്യതയില്ല. കാരണം നമ്മുടെ സ്വഭാവം അത്ര നല്ലതാ. നബിതങ്ങൾ ഉസ്മാൻ തങ്ങൾക്ക് രണ്ടാമത്തെ മകളെയും വിവാഹം കഴിച്ചു കൊടുത്തു. ഈ 2 മകളും മരിച്ചപ്പോ നബിതങ്ങൾ പറഞ്ഞു, ഇനി ഉണ്ടെങ്കിൽ ഒന്നിനെ കൂടെ ഞാൻ കൊടുക്കുന്നു. നമ്മളാണെങ്കിൽ എന്ത് പറയും? പെണ്ണ് വാഴൂല, ഒന്ന് പോയി, അതിന്റെ പുറകെ 2ഉം പോയി, പിന്നെ എണ്ണ കിട്ടത്തില്ല, ഓന് പെണ്ണ കിട്ടത്തില്ല. അത്രയും ക്വാളിറ്റി ആയിരുന്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ. അത്രയും ക്വാളിറ്റി. 2 പെൺമക്കളെ ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ ആ പ്രവാചകൻ ആ ഉസ്മാൻ തങ്ങളിൽ കണ്ട ക്വാളിറ്റി എന്താ? അത്രത്തോളം ജീവിതമായിരുന്നു ഉസ്മാൻ തങ്ങൾ. വല്ലാത്ത ഭയം, വല്ലാത്ത സ്വഭാവ ഗുണങ്ങൾ, ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന സ്വഭാവം. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമ്മൾ വായിച്ചു നോക്ക്. ഇസ്ലാമിന്റെ 3ാമത്തെ ഖലീഫയാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ തങ്ങള് കൊന്നുകളഞ്ഞത് ആരാ? എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നബിതങ്ങൾ പറഞ്ഞിരുന്നു, അത് നബിതങ്ങൾ പറഞ്ഞല്ലോ, നീ ഇത്തിരി പ്രയാസം അനുഭവിക്കും, പക്ഷേ നീ സ്വർഗ്ഗത്തിൽ പോകും. നബിതങ്ങൾ പറഞ്ഞു, നീ ഇത്തിരി പ്രയാസം അനുഭവിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ ഓർമ്മപ്പെടുത്തി, നീ ഇത്തിരി പ്രയാസം അനുഭവിക്കും. എന്താ പ്രയാസം? എന്താ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരിക്കുന്നു. ഭരണം നടത്തിക്കൊണ്ടിരുന്നപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വഹാബത്തിന്റെ ഇടയിൽ മുനാഫിക്കീങ്ങൾ ഇടഞ്ഞു കയറി. അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഉസ്മാൻ കുടുംബക്കാർക്ക് മുഴുവൻ അധികാരം കൊടുക്കുന്നത്, ഉസ്മാൻ കുടുംബക്കാരെ മുഴുവനും തള്ളിക്കയറ്റുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഫിത്നയും ഫസാദും ഉണ്ടാക്കി. അങ്ങനെ ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് സ്വഹാബത്ത് മുഴുവനും ഹജ്ജിന് പോയ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, അന്യരാജ്യത്ത് നിന്നും മുനാഫിക്കുകൾ നാട്ടിലേക്ക് കടന്നു വന്നു. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട് വളഞ്ഞു. ഭരണം നടത്താൻ വിടൂല, വീടിന് പുറത്തിറങ്ങാൻ വിടൂല, നിസ്കരിക്കാൻ വിടൂല, പള്ളിയിൽ പോകാൻ വിടൂല, ഒരു കാര്യത്തിനും വിടാതെ വീട് വളഞ്ഞു വെച്ചു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. ചരിത്രം പഠിക്കുമ്പോൾ സങ്കടം വരുമടോ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട് വളഞ്ഞു വെച്ചു. ആരും വീട്ടിലേക്ക് പോകാൻ വിടൂല, ഭക്ഷണം കൊണ്ടുവിടുക്കൂല, വെള്ളം വിടൂല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും സമ്മതിക്കൂല. സ്വഹാബത്ത് മുഴുവനും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ഈ അധികാരം അങ്ങ് വിട്ടൂടെ, ഇത് കളഞ്ഞൂടെ? നബിതങ്ങൾ ഓർമ്മപ്പെടുത്തിയായിരുന്നു, ഉസ്മാൻ ഒരിക്കലും നീ വിട്ടുകൊടുക്കരുത്. ചരിത്രം പഠിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ടവർ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വെള്ളിയാഴ്ച നിസ്കരിക്കാൻ പോലും വിട്ടില്ലടോ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ നിസ്കരിക്കാൻ പോലും പള്ളിയിൽ വിട്ടില്ല. വീട് വളഞ്ഞിട്ടിരിക്കുന്നു, പട്ടിണിയാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പട്ടിണി നോമ്പ് പിടിച്ചടോ. ഒരു ദിവസം രാവിലെ കഴിക്കാൻ ഒന്നുമില്ല.
ആരും തൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ വീടിൻ്റെ അകത്ത്. ഒരു ദിവസം രാവിലെ കഴിക്കാൻ ഒന്നുമില്ലാതെ പട്ടിണി നോമ്പ് പിടിച്ചു. വൈകുന്നേരം പച്ചവെള്ളം കുടിച്ചിട്ട് നോമ്പ് മുറിച്ചു. രണ്ടാമത്തെ ദിവസവും ഈത്തപ്പഴവും വെള്ളവും കുടിച്ച് നോമ്പ് പിടിക്കാൻ തുടങ്ങി. വൈകുന്നേരമായപ്പോൾ പച്ചവെള്ളമല്ലാതെ ഒന്നുമില്ലടോ. 2 ദിവസം അങ്ങനെ നോമ്പ്. ബുധനാഴ്ച, വ്യാഴാഴ്ച. എന്റെ പ്രിയപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല പട്ടിണി നോമ്പ, കഴിക്കാൻ ഒന്നുമില്ല, കുടിക്കാൻ ഒന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്മാൻ തങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. 3-ാമത്തെ ദിവസം പട്ടിണി നോമ്പ് പിടിച്ചു ഉസ്മാൻ തങ്ങൾ. എന്നിട്ട് തന്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്കൊരു പൈജാമ കൊണ്ടുവരാൻ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്കൊരു പൈജാമ വേണം, ഒരു പൈജാമ വേണം, പാൻറ് വേണമെന്ന്. ഉസ്മാൻ റളിയല്ലാഹു തആല അങ്ങനെ ധരിക്കാറില്ല. അന്ന് ആദ്യമായിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല പൈജാമ, പാൻറ് ധരിച്ചു. നല്ല മുറുക്ക കെട്ടി, നല്ലതുപോലെ ഒരുങ്ങി. എന്തിനെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇരുന്ന് കരയുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ഇരുന്ന് കരയുകയാണ്. നായില എന്ന് പറയുന്ന ഭാര്യ ഇരുന്ന് കരയുകയാ. എന്തിനാ നായില നീ കരയുന്നത്? ഉസ്മാൻ തങ്ങളുടെ ഭാര്യ പറയുകയാണ്, 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് രാവിലെയുമില്ല വൈകിട്ടുമില്ല, പട്ടിണി നോമ്പാണ്. 3-ാമത്തെ ദിവസവും എന്തൊരവസ്ഥയാ അല്ലാഹ്. നായില ബീവിയോട് ഉസ്മാൻ തങ്ങളെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നായില, എന്റെ പ്രയാസമൊക്കെ മാറാൻ പോവുകയാണ് നായില. ഇന്നത്തോടെ എന്റെ പ്രയാസം മാറും, ഇന്നത്തോടെ എന്റെ പ്രയാസം മാറും. 3 ദിവസം പട്ടിണി നോമ്പാ, 3-ാമത്തെ ദിവസവും പട്ടിണി നോമ്പാ. അന്ന് വെളുപ്പാങ്കാലമായപ്പോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പട്ടിണി കിടന്ന് തളർന്നു കിടക്കുമ്പോ നബി തങ്ങൾ ഉസ്മാൻ തങ്ങളുടെ വായിൽ വെള്ളം കൊണ്ടുവന്നൊഴിച്ചു കൊടുത്തു. നബി തങ്ങൾ വെള്ളം കൊണ്ടുവന്നൊഴിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഉസ്മാനേ, ഈ പിടിച്ച നോമ്പ് മുറിക്കുന്നത് നമ്മൾ 4 പേരൊരുമിച്ചാ. നബിതങ്ങൾ പറയുകയാ, ഈ പിടിച്ച നോമ്പ് മുറിക്കുന്നത് നമ്മൾ 4 പേരൊരുമിച്ചാ. ആരാ നബിതങ്ങള്? അബൂബക്കർ തങ്ങള്, ഉമർ തങ്ങള്, ഉസ്മാൻ തങ്ങള്. ഈ പിടിച്ച നോമ്പ് മുറിക്കുന്നത് നമ്മൾ 4 പേര് ഒരുമിച്ചാ. അതിനർത്ഥം മഗ്രിബിന് മുമ്പ് മരണപ്പെടുമെന്ന് നബിതങ്ങൾ പറഞ്ഞു കൊടുത്തു. ഉസ്മാൻ തങ്ങൾ ഒരുങ്ങുകയാണ്. എന്തിനാണ് ഒരുങ്ങുന്നതെന്നറിയോ? എന്തിനാ പൈജാമ ധരിച്ചതെന്നറിയോ? ഉസ്മാൻ തങ്ങൾക്കറിയാം, ഒരല്പനേരം കഴിഞ്ഞ വീടിന്റെ പുറത്തു നിൽക്കുന്ന ശത്രുക്കൾ വീടിന്റെ അകത്ത് ഇരച്ചു കയറിയിട്ട് ഉസ്മാൻ തങ്ങളെ വെട്ടി നുറുക്കുമെന്നറിയാ, ഉസ്മാൻ തങ്ങളെ കൊല്ലുമെന്നറിയാ, അവര് തന്നെ മയ്യത്ത് വൃത്തികേടാക്കുമെന്നറിയാ. അതുകൊണ്ടും മരിച്ചു കിടക്കുന്ന സമയത്ത് പോലും തന്റെ ഔറത്ത് വെളിവാകാതിരിക്കാൻ അവര് വളരെ ക്രൂരമായ രീതിയിൽ ഉസ്മാൻ തങ്ങളെ കൊല്ലുമെന്ന് ഉസ്മാൻ തങ്ങൾക്കറിയാം. നബി തങ്ങൾ വന്ന് പറഞ്ഞാട്ടാ പോയത്, ഉസ്മാനെ, നോമ്പ് മുറിക്കുന്നത് എന്റെ കൂടെയാണ്, നീ എന്റെ കൂടെയാണ് നോമ്പ് മുറിക്കുന്നത്. നബി തങ്ങൾ വന്ന് വിരുന്ന് വിളിച്ചിട്ട് പോയതാ. ഉസ്മാൻ തങ്ങൾക്കറിയാ, ഇവര് വളരെ ക്രൂരമായ രീതിയിൽ കൊന്നു കളയുമെന്ന്. ആ കൊന്നു മരിച്ചു കിടക്കുന്ന സമയത്ത് പോലും വേറെ എന്തെങ്കിലും വസ്ത്രമാണെങ്കിൽ ഔറത്ത് തുറന്നു കിടക്കുമല്ലോ, എല്ലാരും തന്റെ ഔറത്ത് കാണുമല്ലോ. അതുകൊണ്ട് കാണാതിരിക്കാനാ പൈജാമ ധരിക്കുന്നത്. പഠിക്കണേ ചെറുപ്പക്കാരാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നിസ്കാര പായ്ക്കകത്തിരുന്നു നിസ്കരിച്ചിട്ടിരുന്ന് ഖുർആൻ ഓതുകയാണ്. തന്റെ വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ശത്രുക്കൾ വീടിന്റെ അകത്തേക്ക് ഇരച്ചു കയറി വാതിൽ തീയിട്ട് നശിപ്പിച്ചു. അവര് വീടിന്റെ അകത്തേക്ക് ഇരച്ചു കയറി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വാടുകൊണ്ട് വെട്ടുമ്പോ സുബ്ഹാനല്ലാഹ്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുമ്പോ നായില എന്ന് പറയുന്ന ഭാര്യ കടന്ന് നിലവിളിക്കുകയാ. നായില എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടിക്കൊല്ലുന്നത് കണ്ടപ്പോ, ഒരു പെണ്ണാണല്ലോ,
ഒരു പെണ്ണാണല്ലോ. നായില ബീബി കിടന്ന് നിലവിളിക്കുകയാണ്. ഉസ്മാൻ തങ്ങൾ മരണത്തിന്റെ വേളയിൽ വെട്ടുകൊണ്ടിട്ട് മരിക്കാ സമയമാകുമ്പോ തന്റെ ഭാര്യ കടന്ന് നിലവിളിക്കുന്നത് കണ്ടപ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ മക്കാമിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ ഭർത്താക്കന്മാരോട് പറയുകയാ, ഞാനൊരു ഭർത്താവാ, നിങ്ങളും ഭർത്താക്കന്മാരാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വെട്ടുകൊണ്ടിട്ട് ഇരിക്കുമ്പോ തന്റെ ഭാര്യ കടന്ന് നിലവിളിക്കുന്നത് കണ്ടപ്പോ ഉസ്മാൻ തങ്ങൾ കരയുന്നുണ്ട്. ഉസ്മാൻ തങ്ങൾ കരയുന്നുണ്ട്. നിലവിളിക്കുന്ന ഭാര്യയോട് പറഞ്ഞു, നായില, എന്റെ കാര്യം വിട്ടേക്ക് നായില, എന്റെ കാര്യം വിട്ടേക്ക്. എന്നെ ഇവര് കൊന്നുകളയുകയോ എന്തു ചെയ്യുകയോ എനിക്ക് പ്രശ്നമില്ല നായില. എന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ കരയുന്നത് എന്തിനാണെന്നറിയോ? നായില, നിന്റെ തലയിലിട്ടിരിക്കുന്ന തുണി പുറകിലോട്ട് മാറിയിരിക്കുന്നു നായില. ഭാര്യ ചാടി എഴുന്നേറ്റപ്പോ തലയിലിട്ടിരുന്ന തുണിയൊന്ന് പുറകോട്ട് മാറി. തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുമ്പോ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റപ്പോ നായില ബീവിയുടെ തലയിലിട്ടിരുന്ന തുണിയൊന്ന് പുറകിലേക്ക് മാറി. ഒരൽപ്പം മുടി ഇങ്ങനെ പുറത്ത് കാണുന്നു, ഒരൽപ്പം മുടി ഇങ്ങനെ പുറത്ത് കാണുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നായില, എന്നെ വിട്ടേക്ക് നായില, എന്നെ വിട്ടേക്ക് നായില. എനിക്ക് നിന്റെ കാര്യത്തിലാ പേടി നായില, മരിക്കുന്നതിലല്ല പേടി. ഇവരെന്നെ കൊല്ലുന്നതിൽ എനിക്ക് സങ്കടമില്ല. എനിക്ക് പേടി എന്തെന്നറിയോ? അന്യ പുരുഷന്മാര് നിന്റെ ഔറത്ത് കാണുന്നു നായില, നിന്റെ തലമുടി അന്യ പുരുഷന്മാര് കാണുന്നു നായില. എനിക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ പറയാൻ പേടിയാനായില്ല. അല്ലാഹുവിന്റെ അടുക്കൽ എനിക്ക് മറുപടി പറയാൻ പേടിയാനായില്ല. അതുകൊണ്ട് തലമറയ്ക്കാനായില്ല. ആ തലേ തുണിയൊന്ന് നേരെ ഇടനായില്ല. എപ്പോഴാ വാപ്പാ, എപ്പോഴാ വാപ്പാ വെട്ടുകൊണ്ടിട്ട് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ തലമുടിയൊന്ന് പുറത്ത് കണ്ടപ്പോ അത് ഔറത്താണ് നായില. അല്ലാഹുവിനെ എനിക്ക് പേടിയാനായില്ല. നിന്നെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. ഇത്തഖുല്ലാഹ ഫിന്നിസാ. നബി തങ്ങൾ പറഞ്ഞല്ലോ, അതുകൊണ്ട് എനിക്ക് പടച്ചവൻ എന്നോട് ചോദിക്കുമെന്ന് എനിക്ക് പേടിയാണ്. അതുകൊണ്ട് എന്റെ കാര്യം വിട്ടിട്ട് ആ തലയിലിട്ടിരിക്കുന്ന തുണിയൊന്നു നേരെ ഇടനായില്ല. ഉസ്മാൻ തങ്ങൾ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ശത്രുക്കൾ വീടിന്റെ അകത്ത് കയറിയിട്ട് ഉസ്മാൻ തങ്ങളെ വെട്ടുമ്പോ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാ മക്കള്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ രക്തം ഇങ്ങനെ വീഴുകയാ, തന്റെ രക്തം ഇങ്ങനെ വീഴുകയാ. ഉസ്മാൻ തങ്ങൾ ഖുർആൻ തിരയുകയാണ്. ആ വെട്ടുകൊണ്ടിട്ട് മരണത്തോട് മല്ലടിക്കുമ്പോഴും സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ഖുർആനിൽ ഇങ്ങനെ നോക്കുകയാണ്. എവിടെയാ അല്ലാഹ് എന്റെ രക്തം വീണത്? എവിടെയാ അല്ലാഹ് എന്നെ വെട്ടുകൊണ്ടിട്ട് എന്റെ രക്തം വീണത് എവിടെയാണ്? ആയത്ത് നോക്കിയടോ. എന്നിട്ട് ഓതുകയാണ്, ആയത്താണ്. ആയത്തിന്റെ മുകളിലാണ് തന്റെ രക്തം വീണത്. ഉസ്മാൻ തങ്ങൾ ഓതിയടാ ചെറുപ്പക്കാരാ. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു 83ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറയുകയാണ്. അല്ലാഹുവേ,
മയ്യത്ത് പോലും പടച്ചവരെ ആരും കാണാതെ കൊണ്ടുപോയി കബറടക്കിയടാ ചെറുപ്പക്കാരാ. രാത്രിയിലാണ് ഉസ്മാൻ തങ്ങളുടെ ജനാസ കൊണ്ടുപോയി കബറടക്കിയത്. കാരണം ശത്രുക്കൾക്ക് അത്രയും ദേഷ്യമായിരുന്നു, അവര് നശിപ്പിച്ച് കളയുമായിരുന്നു. അതുകൊണ്ട് ജന്നത്തുൽ ബഖീയുടെ പുറത്താണ് കൊണ്ടുപോയി കബറടക്കിയത്, ജന്നത്തുൽ ബഖീയുടെ വെളിയിലാണ് കബറടക്കിയത്. പിന്നെ എങ്ങനെയാ ഉസ്മാൻ തങ്ങളെ ജന്നത്തുൽ ബഖീയുടെ മധ്യഭാഗത്ത് വന്നതെന്നറിയോ? പഠിക്കണം ചെറുപ്പക്കാരാ, ആ സ്വഹാബിയുടെ ചരിത്രം പഠിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, കരയാതെ വായിച്ചു തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താ? ലജ്ജ വേണം മുസ്ലിമേ, ലജ്ജ വേണം മുസ്ലിമേ. സദഖ കൊടുക്കാനുള്ള മനസ്സ് വേണം മുസ്ലിമേ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണേ മുസ്ലിമേ. തന്റെ കുടുംബ ജീവിതം നല്ലതാകണം. തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അത് തിരുത്തി കൊടുക്കുന്ന മനുഷ്യനാകണം. അല്ലാഹുവേ, ഉസ്മാൻ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള മരണം നൽകണേ അല്ലാ. പടച്ചവനെ, റജബ് 27 നോമ്പ് പിടിച്ചിട്ട് ഈ 12 മണി കഴിഞ്ഞിട്ടും എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് ഉമ്മമാര് മഗ്രിബ് മുതൽ വന്നിരിക്കുന്നവരാ പടച്ചവര്. പലരും പ്രഷറും ഷുഗറും കൊളസ്ട്രോളും രോഗികളാണ് തമ്പുരാര്. അല്ലാഹുവേ, ഗുളിക കഴിക്കുന്നവരുണ്ട് തമ്പുരാര്, നേരത്തെ ഉറങ്ങുന്നവരുണ്ട് തമ്പുരാര്. എല്ലാം കളഞ്ഞുകൊണ്ട് നീ ആദരിച്ച, നീ ബഹുമാനിച്ച ഈ വലിയന്റെ ഉറൂസിന്റെ സമാപന മജ്ലിസിൽ ഇവരൊരുമിച്ച് കൂടിയത് പടച്ചവര് ഇന്നത്തെ ദുആ പ്രതീക്ഷിച്ചാട് റബ്ബേ. കൈവിടല്ലേ അല്ലാ, കൈവിടല്ലേ അല്ലാ. അല്ലാഹുവേ, നിന്റെ മഹാന്മാരെ സ്നേഹിക്കുന്നവരാക്കണേ അല്ലാ, ആദരിക്കുന്നവരാക്കണേ അല്ലാ. ഈ മഹാന്റെ ഗുരുത്വവും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങൾ അറിവില്ലാത്തവരാ അല്ലാ. എന്തെങ്കിലും പിഴവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഈ മഹാന്മാരോട് കാണിക്കുന്നതിൽ എന്തെങ്കിലും അനാദരവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. ഞങ്ങളുടെ ആഖിബത്ത് മോശമാക്കല്ലേ അല്ലാ.